വെൽക്കം ടു എവ്രിഡേ ഇംഗ്ലീഷ് വിത്ത് സോണിയ. നമ്മൾ മിക്കവാറും പേർക്കും ഇംഗ്ലീഷിൽ കുറേ വാക്കുകൾ അറിയാമെന്നുള്ളതാണ് സത്യം. എന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന എവിടെയാണെന്നറിയോ? ഈ വാക്കുകൾ ഉപയോഗിച്ച് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടി വരുമ്പോൾ ഏത് ഓർഡറിലാണ്, ഏത് ക്രമത്തിലാണ് ഈ വാക്കുകൾ വെക്കേണ്ടതെന്നൊരു സംശയം വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ് പറയുന്നത്. അതായത് എങ്ങനെ ലളിതമായി ഒരു ചെറിയ സെൻറ്റൻസ് ഇംഗ്ലീഷിൽ നമുക്ക് ഉണ്ടാക്കാം എന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഈ സെൻറ്റൻസ് ഉണ്ടാക്കുന്നതിനെ പറ്റി കേട്ടപ്പോൾ തന്നെ നിങ്ങൾ പലരും ചിന്തിക്കുന്നത് ഗ്രാമറിനെ പറ്റി അല്ലെങ്കിൽ ടെൻസുകളെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും അല്ലേ? അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിലേക്കൊന്നും നമുക്കിപ്പോൾ പോകണ്ട. പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ഞാനൊരു മിനിറ്റ് കൊണ്ട് പറയാം. അതൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കുറേയൊക്കെ ഒരു ധൈര്യം വരും. ഏത് ഭാഷയിലും ടെൻസ് ഉണ്ട്. അത് 3 തരത്തിലാണുള്ളത്. ഒന്ന് കഴിഞ്ഞു പോയത്, ഭൂതകാലം, പാസ്റ്റ് ടെൻസ്. മറ്റൊന്ന് ഇപ്പോൾ നടക്കുന്നത്, വർത്തമാനകാലം, അതായത് പ്രസൻറ്റ് ടെൻസ്. ഇനി വരാൻ പോകുന്നത്, അതായത് ഭാവി കാലം, അതിനെ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് വിളിക്കും. അപ്പോൾ ആകെ 3 ടെൻസസേ ഉള്ളൂ. പക്ഷേ ഈ ഓരോ ടെൻസിനെയും നമുക്ക് 4 തരത്തിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് 4 തരത്തിൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. സത്യത്തിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ആസ്പെക്ട്സ് എന്നാണ്. ആ കോംപ്ലിക്കേഷൻസിലേക്കൊന്നും നമുക്കിപ്പോൾ പോവണ്ട. ആകെ 12 തരത്തിൽ നമുക്ക് ടെൻസസ് ഉപയോഗിക്കാം. ഈ 12 അറിഞ്ഞിരിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ നമുക്ക് ആശ്വസിക്കാവുന്നൊരു കാര്യം, ഈ ലോകത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളെ മുഴുവൻ എടുത്താൽ അതിൽ മിക്കവാറും പേരും ഇതിലൊരു 4-5 തരത്തിൽ മാത്രമാണ് ടെൻസസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു 4-5 തരത്തിൽ നമ്മൾ ടെൻസ് ഉപയോഗിക്കാൻ പഠിച്ചാൽ ഒരുവിധം നന്നായി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. അപ്പോൾ അതെല്ലാം കൂടെ നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 തരമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ടെൻസസ് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഏറ്റവും സിമ്പിളായി സെൻറ്റൻസ് ഉണ്ടാക്കാമെന്ന് ഇന്ന് നമ്മൾ പഠിക്കും. ആദ്യം ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഇത് പഠിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകാം. എന്നിട്ട് വീഡിയോയുടെ അവസാന ഭാഗത്ത് നമുക്കിതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സെൻറ്റൻസസ് മലയാളത്തിൽ പറയാം. ഇതെല്ലാം എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമെന്ന്. അപ്പോൾ നോക്കാമല്ലോ. ഞാൻ ആദ്യം മലയാളത്തിലൊരു സെൻറ്റൻസ് പറയാം. അവൾ ഇംഗ്ലീഷ് സംസാരിക്കും. ഞാനിവിടെ അവൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നല്ല പറഞ്ഞത്. ഇപ്പോൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നുമല്ല പറഞ്ഞത്. അവൾക്ക് ഇംഗ്ലീഷ് അറിയാം, അവൾ സംസാരിക്കും എന്നൊരു ബേസിക് ആയിട്ടുള്ളൊരു ഫാക്റ്റ്, ഒരു യാഥാർത്ഥ്യം ഞാൻ പറയുകയാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചത് കേട്ടോ. അവൾ ഇംഗ്ലീഷ് സംസാരിക്കും. അവിടെ ആ വാക്കുകളുടെ ഓർഡർ കണ്ടോ? ആദ്യം ഞാൻ ആരെപ്പറ്റിയാണോ പറയുന്നത് ആ വാക്ക് ആദ്യം പറഞ്ഞു, അവൾ. എന്നിട്ട് എന്താ പറഞ്ഞേ? അവൾ ഇംഗ്ലീഷ് സംസാരിക്കും. അവൾ എന്ത് സംസാരിക്കും? ഇംഗ്ലീഷ്. അതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത് മലയാളത്തിൽ, അല്ലേ? അത് കഴിഞ്ഞാണ് അവൾ എന്ത് ചെയ്യും എന്നുള്ള ആ ക്രിയയെ കാണിക്കുന്ന വാക്ക് പറഞ്ഞത്, സംസാരിക്കും. ഇനി ഞാനിത് ഇംഗ്ലീഷിൽ പറയാൻ പോവാം. നോക്കൂ, ഷീ സ്പീക്സ് ഇംഗ്ലീഷ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഞാൻ ആരെപ്പറ്റിയാണ് പറയുന്നത്? അവൾ. അപ്പോൾ ഷീ അതാദ്യം വന്നു. അത് കഴിഞ്ഞ് വന്നത് എന്താ? അവൾ എന്ത് ചെയ്യും? സ്പീക്സ്. അതാണ് രണ്ടാമത് വന്നത്, ഷീ സ്പീക്സ്. അത് കഴിഞ്ഞിട്ട് അവൾ എന്ത് സ്പീക്ക് ചെയ്യും, അവൾ എന്ത് സംസാരിക്കും? ഇംഗ്ലീഷ്. അപ്പോൾ ഇതാണ് മലയാളവും ഇംഗ്ലീഷും തമ്മിലുള്ള വാക്കുകളുടെ ഓർഡറിലുള്ള വ്യത്യാസം. അപ്പോൾ മലയാളത്തിൽ ആദ്യം ആരെപ്പറ്റി പറയുന്നോ അത്, അതായത് മലയാളത്തിൽ തന്നെ കർത്താവ് എന്ന് പറയും അല്ലേ? ഇംഗ്ലീഷിൽ ആദ്യം സബ്ജക്റ്റ്, മലയാളത്തിലെ പോലെ തന്നെ ഷീ. അത് കഴിഞ്ഞ് വേർബ്, ക്രിയ. അത് കഴിഞ്ഞാണ് അവൾ എന്ത് സംസാരിക്കും. അതിന് നമ്മൾ മലയാളത്തിൽ കർമ്മം എന്ന് പറയില്ലേ? അതായത് ഇംഗ്ലീഷിൽ തന്നെ ഓബ്ജക്റ്റ് എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ അത് വേർബ് കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷിൽ. അപ്പോൾ ഇതെപ്പോഴും ഓർക്കണം. ഇംഗ്ലീഷിൽ വേർഡ് ഓർഡർ, ആദ്യം സബ്ജക്റ്റ്, പിന്നെ വേർബ്, പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത്. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. അവർ കാർട്ടൂൺ കാണും, അതായത് കാണാറുണ്ട് എന്നേ. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കൂ. അവർ, ദേ. കാണുക എന്നുള്ളതിന് വാച്ച്, ദേ വാച്ച്. എന്താ കാണുന്നത്? കാർട്ടൂൺസ്. അത് പിന്നെ കണ്ടോ. ഇനി ഞാൻ ഈ സെൻറ്റൻസിൽ ചെറിയൊരു വ്യത്യാസം വരുത്തുക കേട്ടോ. അവർ എന്നും കാർട്ടൂൺ കാണാറുണ്ട്. അവർ എന്നും. അപ്പോൾ എന്നും എന്നുള്ളതിന് എവ്രി ഡേ എന്നാണ് കേട്ടോ വാക്ക്. പക്ഷേ മലയാളത്തിൽ ഓർഡറിലാണോ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് നോക്കൂ. ദേ വാച്ച് കാർട്ടൂൺസ് എവ്രി ഡേ. അപ്പോൾ കാണുക എന്നുള്ളത് എപ്പോൾ ചെയ്യുന്നു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അത് സെൻറ്റൻസിൽ ഏറ്റവും അവസാനമാണ് ഇംഗ്ലീഷിൽ വരുന്നത്. ദേ വാച്ച് കാർട്ടൂൺസ് എവ്രി ഡേ. ഇനി അടുത്തൊരു സിമ്പിൾ സെൻറ്റൻസ്. എനിക്ക് ചായ ഇഷ്ടമാണ്. അപ്പോൾ മലയാളത്തിൽ നമ്മൾ 2 തരത്തിൽ പറയുമല്ലേ? ഞാനെന്ന് പറയും, ചിലപ്പോൾ എനിക്കെന്ന് പറയും. അപ്പോൾ രണ്ടും 2 വാക്കുകളാണ്. പക്ഷേ ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് നോക്കൂ. ഞാനാണെങ്കിലും എനിക്കാണെങ്കിലും നമ്മൾ ഐ എന്ന് തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ എങ്ങനെ തുടങ്ങുന്നതെന്ന് നോക്കൂ. ഐ ലൈക്ക് ടീ. അപ്പോൾ ഇവിടെയും സബ്ജക്റ്റ് ആദ്യം ഐ, അത് കഴിഞ്ഞ് വേർബ് ലൈക്ക്, അത് കഴിഞ്ഞ് എന്താണ് ഇഷ്ടം? ചായ, ഓബ്ജക്റ്റ് പിന്നെ വന്നു. അടുത്തത്, അവർ ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് എന്താണ്? അവർ, അതിന് ദേ എന്ന് പറയും അല്ലേ? ഇവിടെ എന്താണ് വേർബ്? ക്രിയ എന്താണ്?
താമസിക്കുക. താമസിക്കുക എന്ന് വെച്ചാൽ ജീവിക്കുക, കഴിയുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? ലിവ്. അപ്പോൾ എന്താ ആദ്യം വരണ്ടേ? ദേ ലിവ്. എന്നിട്ട് എവിടെ? ഇവിടെയാണ്, ഹിയർ. ദേ ലിവ് ഹിയർ. ഇനി അടുത്തത്, അയാൾ ഈ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അയാൾ, ഹി. ജോലി ചെയ്യുക എന്നുള്ളതിന് എന്താ പറയുക? വർക്ക് എന്നാണ് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത് നോക്കൂ. ഹി വർക്ക്സ് അറ്റ് ദിസ് ബാങ്ക്. ഈ ബാങ്ക്, ദിസ് ബാങ്ക്. ഹി വർക്ക്സ് അറ്റ് ദിസ് ബാങ്ക്. മലയാളത്തിൽ അയാൾ കഴിഞ്ഞിട്ട് ബാങ്കിൽ നിന്നാണ് കേട്ടോ വന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ എപ്പോഴും സബ്ജക്റ്റ് പിന്നെ വേർബ്. ഹി വർക്ക്സ് അറ്റ് ദിസ് ബാങ്ക്. ഇനി അടുത്ത സെൻറ്റൻസ്, ഞാൻ കാപ്പി കുടിക്കും. അതായത് ആരെങ്കിലും നമ്മളോട് കാപ്പി കുടിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ഞാൻ കാപ്പി കുടിക്കും. അതാണിത്. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? ഐ. കോഫി അല്ലാട്ടോ അടുത്തത്, ഡ്രിങ്ക് ആണ് വരേണ്ടത്. വേർബ് ഐ ഡ്രിങ്ക്. എന്താ കുടിക്കുന്നത്? കോഫി. ഐ ഡ്രിങ്ക് കോഫി. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണേ. ഞാൻ ഈ കാപ്പി കുടിക്കുന്നത് എത്ര തവണ ചെയ്യും, എപ്പോഴെല്ലാം ആവർത്തിക്കും എന്നുള്ളതിനെയൊക്കെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കൂ. ഞാൻ മിക്കവാറും കാപ്പിയാണ് കുടിക്കുന്നത്. അപ്പോൾ വല്ലപ്പോഴും ആണോ, മിക്കവാറും ആണോ, എപ്പോഴും ആണോ, അതാണ് ഇവിടെ പറയുന്നത്. ഞാൻ മിക്കവാറും കാപ്പിയാണ് കുടിക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷ് സെൻറ്റൻസ് നോക്കൂ. ഐ യൂഷ്വലി ഡ്രിങ്ക് കോഫി. മിക്കവാറും എന്നുള്ളതിന് യൂഷ്വലി എന്നാണ് വാക്കേ. അപ്പോൾ ഐ യൂഷ്വലി ഡ്രിങ്ക് കോഫി. അതായത് എത്ര തവണയൊക്കെ കുടിക്കും എന്നുള്ള വാക്കുകളില്ലേ, യൂഷ്വലി, ചിലപ്പോഴൊക്കെ, സംടൈംസ്, എപ്പോഴും, ഓൾവേസ് എന്നൊക്കെയുള്ള വാക്കുകൾ വരുമ്പോൾ അത് മാത്രം സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ ഇടണം. അപ്പോൾ ഐ യൂഷ്വലി ഡ്രിങ്ക് കോഫി. ഇനി വേറൊരു സെൻറ്റൻസും കൂടി ഞാൻ പറയാം. ഞാൻ ചിലപ്പോഴൊക്കെ കാപ്പി കുടിക്കും. ചിലപ്പോഴൊക്കെ, അതിന് നമ്മൾ പറയുന്നത് സംടൈംസ് എന്നാണ്. അപ്പം മുമ്പത്തെ പോലെ തന്നെ ഇപ്പോഴും ചെയ്യണം. ഐ സംടൈംസ് ഡ്രിങ്ക് കോഫി. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട സെൻറ്റൻസസ് ഞാനിവിടെ നിന്ന് അടുപ്പിച്ച് എഴുതുക കേട്ടോ. ഒന്ന് നോക്കൂ. ഷീ സ്പീക്സ്, ഹീ വർക്ക്സ്, ദേ വാച്ച്, ദേ ലിവ്. കണ്ടോ, അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ. ഒരാളെ പറ്റി പറയുമ്പോൾ നമ്മൾ വേർബിൻ്റെ കൂടെ എസ് ചേർക്കണം. കുറേ പേരെ പറ്റി പറയുകയാണെങ്കിലോ വേർബിൻ്റെ കൂടെ എസ് ചേർക്കരുത്. അങ്ങനെ ഒരു ബാലൻസ് ചെയ്യുന്ന ഓർത്താൽ മതി. സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ വേർബിൻ്റെ കൂടെ നമ്മൾ എസ് ചേർക്കും. വേർബിനെ സത്യത്തിൽ നമ്മൾ സിംഗുലർ ആക്കുകയാണ് ചെയ്യുന്നത്. അതിന് എസ് ചേർക്കും. സബ്ജക്റ്റ് പലരാണെങ്കിലോ വേർബിൻ്റെ എസ് നമ്മൾ റിമൂവ് ചെയ്യും, മാറ്റും. അപ്പോൾ ഐയുടെയും യുയുടെയും കാര്യം എങ്ങനെയാണ്? ഐ എന്ന് പറയുന്ന ഒരാളല്ലേ, യുവും ചിലപ്പോഴൊക്കെ ഒരാളായിരിക്കാം. യു എന്ന് പറയുമ്പോൾ ഒരാളോടെ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഐ ഒക്കെ ഒരു സ്പെഷ്യൽ കേസാണ്. ഐയുടെയും യുവിൻ്റെയും കൂടെ നമ്മൾ ഒരിക്കലും വേർബിന് എസ് ചേർത്ത് കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പ്രസൻറ്റ് ടെൻസിൽ ചെറിയ സെൻറ്റൻസസ് ഉണ്ടാക്കാൻ ഇപ്പോൾ പഠിച്ചു കാണുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ കുറച്ചുകൂടി സെൻറ്റൻസസ് ഞാൻ പ്രസൻറ്റ് ടെൻസിൽ തന്നെ പറയാൻ പോവുകയാണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്, നോക്കാം. റീന ഒരു ടീച്ചറാണ്. റീന ഒരു ടീച്ചർ ആണ്. അവിടെ എന്തെങ്കിലും പ്രവൃത്തി നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ റീന ഒരു ടീച്ചർ ആണ് എന്നാണ്. അപ്പോൾ ആ ആണ് എന്നുള്ളതാണ് ക്രിയയെ സൂചിപ്പിക്കുന്ന വാക്ക്. അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കൂ. റീന ഇസ് എ ടീച്ചർ. അപ്പോൾ അവിടെ ഏതാ വേർബ്? ഇസ്. മലയാളത്തിൽ പറഞ്ഞു റീന ടീച്ചർ ആണ്. ഇംഗ്ലീഷിൽ പറയുന്നത് റീന ഇസ് എ ടീച്ചർ. അപ്പോൾ റീന ഒരാളായതുകൊണ്ട് റീന ഇസ് എ ടീച്ചർ. ഇനി അടുത്തത്, അവർ സുഹൃത്തുക്കളാണ്. അപ്പോൾ സുഹൃത്തുക്കൾ എന്നുള്ളതിൻ്റെ വാക്ക് ഫ്രണ്ട്സ് ആണ്, അറിയാമല്ലോ. അവർ ദേ ആണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക? ദേ ആർ ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ പ്രവൃത്തി ഒന്നുമില്ല, പക്ഷേ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. അവർ സുഹൃത്തുക്കളാണ്, അതൊരവസ്ഥയാണ്. അവിടെ ഞാൻ ഉപയോഗിച്ചത് ആർ എന്നുള്ള വേർബാണ്. ഇതേപോലെ ഞങ്ങൾ അയൽക്കാരാണ്. അവിടെ പ്രവൃത്തിയൊന്നുമില്ല, പക്ഷെ ഒരവസ്ഥയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ത് പറയും നമ്മൾ? അയൽക്കാർ എന്നുള്ളതിന് നെയ്ബേഴ്സ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ വി. അപ്പോൾ വി ആർ നെയ്ബേഴ്സ്. കാരണം വി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പേരില്ലേ, അപ്പോൾ ആർ പറയണം. ഇനി ഇതൊന്ന് നോക്കൂ. ഈ കറിക്ക് എരിവുണ്ട്. ഈ കറിക്ക്, അപ്പോൾ ദിസ് കറി, ദിസ് ഡിഷ് എന്നും പറയാം. എരിവ് എന്നുള്ളതിന് ഹോട്ട് എന്ന് പറയാം, സ്പൈസി എന്നും പറയാം. അപ്പോൾ എന്ത് പറയും നമ്മൾ? ദിസ് കറി ഇസ് ഹോട്ട് അല്ലെങ്കിൽ ദിസ് കറി ഇസ് സ്പൈസി. കാരണം ഇവിടെ ഒരു കറിയേ ഉള്ളൂ. അപ്പോൾ ദിസ് കറി ഇസ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സ്പോക്കൺ ഇംഗ്ലീഷിലായാലും റിട്ടൺ ഇംഗ്ലീഷിലായാലും ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. എന്തിനാണ് പ്രസൻറ്റ് ടെൻസ് ഈ തരത്തിൽ ഉപയോഗിക്കുന്നത്? നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പറയാൻ, അതുപോലെ മാറ്റമില്ലാത്ത കാര്യങ്ങൾ, നമ്മൾ എവിടെ ജോലി ചെയ്യുന്നു, എവിടെ താമസിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, അതിനെപ്പറ്റിയൊക്കെ പറയാനാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു സെൻറ്റൻസ് തെറ്റില്ലാതെ ഉണ്ടാക്കാൻ പഠിച്ചാൽ നിങ്ങൾ പകുതി ജയിച്ചു. ഇനി നമ്മൾ അടുത്ത കോമൺ ആയിട്ടുള്ള ഒരു ടെൻസാണ് നോക്കുന്നത്, പാസ്റ്റ് ടെൻസ്. കഴിഞ്ഞു പോയതിനെ പറ്റി എങ്ങനെ പറയാമെന്ന് നോക്കാം. ഒരു സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ഞാൻ പറയാം കേട്ടോ. അവർ വന്നു, അവർ വന്നു എന്ന്. അവർ എന്നുള്ളതിന് ദേ, വന്നു. വരിക എന്നുള്ളതിന് കം, വന്നു എന്ന് പറയാൻ നമ്മൾ കെയിം എന്ന് പറയണം. അത്രയേ ഉള്ളൂ, ദേ കെയിം. അപ്പോൾ നമുക്ക് തോന്നുന്നത് ഈസിയാണല്ലോ എന്ന്. മലയാളത്തിൽ അവർ വന്നു എന്ന് പറഞ്ഞു, ഇംഗ്ലീഷിലും ദേ കെയിം എന്ന് പറഞ്ഞു, അല്ലേ? ശരിയാണ്. പക്ഷെ അടുത്ത സെൻറ്റൻസ് ഒന്ന് നോക്കൂ. അവർ ഇന്നലെ വന്നു. എപ്പോഴാണ്? ഇന്നലെ. ഇന്നലെ എന്ന് വെച്ചാൽ യെസ്റ്റർഡേ. അതെങ്ങനെയാണ് പറയുന്നത്? ദേ കെയിം യെസ്റ്റർഡേ. അവർ ഇന്നലെ വന്നു എന്നല്ലേ മലയാളത്തിൽ. ഇംഗ്ലീഷിൽ വേർഡ് ഓർഡർ മാറി, ദേ കെയിം യെസ്റ്റർഡേ. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിലും ഇത് തന്നെയാണ് രീതി, പാറ്റേൺ ഇതാണ്. ആദ്യം സബ്ജക്റ്റ്, ആരെ പറ്റിയാണോ പറയുന്നത് അത് കഴിഞ്ഞ് വേർബ് ദേ കെയിം, പിന്നെയാണ് എപ്പോൾ വന്നു, എങ്ങനെ വന്നു എന്നൊക്കെ ഉള്ളത് വരുന്നത്. മനസ്സിലായല്ലോ? ഇനി ഞാൻ ഒരു സിനിമ കണ്ടു. സബ്ജക്റ്റ് ഞാൻ, അപ്പോൾ ഐ. വേർബ് എന്താണ്? കണ്ടു. അപ്പോൾ സിനിമ കാണുക എന്നുള്ളതിന് വാച്ച് എന്നും സീ എന്നും പറയാം. നമ്മൾ ടി വിയിലൊരു സിനിമ വീട്ടിലിരുന്ന് കാണുകയാണെങ്കിൽ അതിന് വാച്ച് എന്നാണ് പറയുക. ഇവിടെ കഴിഞ്ഞുപോയ കാര്യം പറയുന്നതുകൊണ്ട് നമ്മൾ ഇ ചേർക്കണം. അപ്പോൾ ഐ വാച്ച്ഡ്. ഇനി പറയാം എന്താ കണ്ടേ? എ മൂവി. ഐ വാച്ച്ഡ് എ മൂവി. ഇനി ഞങ്ങൾ വീട് വൃത്തിയാക്കി. വീണ്ടും സബ്ജക്റ്റ് ഞങ്ങൾ, വി. എന്താ ചെയ്തതെന്ന് ആദ്യം പറയൂ. വൃത്തിയാക്കി. ഇപ്പോൾ ക്ലീൻ എന്നല്ലേ, ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ക്ലീൻഡ് എന്ന് പറയണേ. വി ക്ലീൻഡ്. എന്താ ക്ലീൻ ചെയ്തേ? വീട്, ദ ഹൗസ്. വി ക്ലീൻഡ് ദ ഹൗസ്. അവൻ പരീക്ഷ ജയിച്ചു. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? അവൻ, ഹി. ജയിച്ചു, പാസ്സായി എന്നല്ലേ, പാസ്ഡ്. ഇ ഡി ആഡ് ചെയ്തു. ഹി പാസ്ഡ്. എന്താ പാസ്സായേ? ദ ടെസ്റ്റ്. ഹി പാസ്ഡ് ദ ടെസ്റ്റ്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ, സബ്ജക്റ്റ് കഴിഞ്ഞ് വേർബിനെ പാസ്റ്റ് ടെൻസ് ആക്കി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി പറയാം. പക്ഷേ ഇനി കുറച്ച് വ്യത്യാസമുള്ള സെൻറ്റൻസസ് ഞാനീ പറയാം. അവർ താമസിച്ചു. ഇവിടെ താമസിച്ചു എന്ന് വെച്ചാൽ വൈകിപ്പോയി എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. നമ്മൾ എന്താ പറയുക അവിടെ? അവർ, ദേ. താമസിച്ചു എന്നുള്ളതിന് ലേറ്റ് എന്നാണ് പറയണ്ടേ. അപ്പോൾ അതിനിടയ്ക്ക് വേർബ് എന്താ പറയുക? ദേ വേർ ലേറ്റ്. മുൻപ് നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ 6 കണ്ടില്ലേ? അത് തന്നെ ഇവിടെ, ദേ വേർ ലേറ്റ്. അവർ ലേറ്റ് ആയി എന്ന്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ആയി എന്നല്ലേ ക്രിയയ്ക്ക് പറഞ്ഞത്, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഇവിടെ പറഞ്ഞത് വേർ എന്നാണ്. കാരണം നമ്മൾ പറഞ്ഞത് കുറേ പേരെ പറ്റിയിട്ടാണ്. ദേ വേർ ലേറ്റ്. അപ്പോൾ ഒരാളെ പറ്റി എന്ത് പറയുന്നത് നോക്കാം. ഈ സെൻറ്റൻസ് നോക്കൂ. അവന് ദേഷ്യമായി, അല്ലെങ്കിൽ അവന് ദേഷ്യമായിരുന്നു. അപ്പോൾ അതെന്ത് പറയും? ദേഷ്യമായി എന്നുള്ളതിന് ആംഗ്രി എന്നല്ലേ പറയുക. അപ്പോൾ ഹീ വാസ് ആംഗ്രി. കണ്ടോ, ഒരാളായതുകൊണ്ട് ഹീ വാസ് ആംഗ്രി. അവൾക്ക് തിരക്കായിരുന്നു, അല്ലെങ്കിൽ അവൾ തിരക്കിലായിരുന്നു. അപ്പോൾ തിരക്കാണെന്നുള്ളതിന് ബിസി എന്ന് പറയാം. തിരക്കിലാകുക എന്നുള്ളതിന് ഇൻ എ ഹറി എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്താ പറയുക നോക്കൂ. ഷീ ഒരാളായതുകൊണ്ട് പാസ്റ്റ് ടെൻസും ആയതുകൊണ്ട് വാസ്. ഷീ വാസ് ബിസി, അല്ലെങ്കിൽ ഷീ വാസ് ഇൻ എ ഹറി എന്നും പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും പഠിച്ചു, സിമ്പിൾ പാസ്റ്റ് ടെൻസും പഠിച്ചു. ഇതേപോലെ തന്നെ വളരെ ആവശ്യമുള്ള ഒരു ടെൻസിൻ്റെ ഉപയോഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഭാവി കാലം. സിമ്പിൾ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു സെൻറ്റൻസ്, അവൻ നാളെ വരും. അവൻ നാളെ വരും, വരാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവൻ, ഹി. വരിക എന്നുള്ളതിന് കമ്മല്ലേ, വരും എന്നുള്ളതിന് വിൽ കം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഹി വിൽ കം, അത് കഴിഞ്ഞിട്ടാണ് ടുമോറോ പറയുന്നത്. ഹി വിൽ കം ടുമോറോ, നാളെ എന്നുള്ളതിന് ടുമോറോ. ഞാൻ നിങ്ങളെ വിളിക്കാം, പിന്നീട്, ഇപ്പോഴല്ലല്ലോ, ഭാവി കാലം. അപ്പോൾ ഞാൻ എന്നുള്ളതിന് ഐ. വിളിക്കാമാണ് ഇനി പറയേണ്ടത് കേട്ടോ, ക്രിയ. വിൽ കോൾ, ഐ വിൽ കോൾ. ആരെയാ? നിങ്ങളെ, യു. ഐ വിൽ കോൾ യു. ഇനി കുറച്ച് വ്യത്യാസമുള്ള സെൻറ്റൻസസ് കേട്ടോ. അവൾക്ക് സന്തോഷം ആകും. ഇവിടെ പ്രത്യേകിച്ച് ക്രിയ ഒന്നും നടക്കുന്നില്ല, ആകും എന്നേ പറയുന്നുള്ളൂ അല്ലേ. അത് മനസ്സിൻ്റെ ഒരു അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. മുൻപ് നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ ഇസ് ആറൊക്കെ ഉപയോഗിച്ചു അല്ലേ. പാസ്റ്റ് ടെൻസിൽ വാസും വേറും ഒക്കെ കണ്ടു. അതുപോലെ ഫ്യൂച്ചർ ടെൻസിൽ എന്താ ചെയ്യുക? നമുക്ക് പറയാം ഷീ വിൽ ബി ഹാപ്പി. അപ്പോൾ ഏതെങ്കിലും ഒരു ക്രിയ നടക്കുന്നുണ്ടെങ്കിൽ ഷീ വിൽ കം, ഷീ വിൽ ഈറ്റ് എന്നൊക്കെ പറയാം. പക്ഷേ ഇവിടെ ഒരവസ്ഥയെ പറ്റി പറയുമ്പോൾ ബി ആണ് ചേർക്കേണ്ടത്. ഷീ വിൽ ബി ഹാപ്പി. അതുപോലെ നീ താമസിക്കും, അതായത് വൈകും എന്ന്. അപ്പോൾ അത് ഭാവികാലമാണ്. അപ്പോൾ എന്ത് പറയും? യു വിൽ ബി ലേറ്റ്. യു വിൽ ബി ലേറ്റ്. അയാൾ അസ്വസ്ഥനാകും. അസ്വസ്ഥനാകുക എന്ന് വെച്ചാൽ അപ്സെറ്റ് ആവുക എന്നൊക്കെയാണല്ലോ. അപ്പോൾ എന്ത് പറയും? ഹി വിൽ ബി
അപ്സെറ്റ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഫ്യൂച്ചർ ടെൻസിൻ്റെ കാര്യത്തിൽ ഒരാളാണെങ്കിലും പലരാണെങ്കിലും നമുക്ക് വിൽ എന്ന് തന്നെ ചേർത്താൽ മതി. അത് സബ്ജക്റ്റ് അനുസരിച്ച് മാറുന്നില്ല. വില്ല് കഴിഞ്ഞിട്ട് നമ്മൾ വേർബ് പറയണം എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് സെൻറ്റൻസസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം മലയാളത്തിൽ സെൻറ്റൻസ് പറയാം. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് എഴുതി നോക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മനസ്സിലോർത്ത് വയ്ക്കുകയോ ചെയ്യണം കേട്ടോ. ഈ കേക്കിന് നല്ല സ്വാദാണ് അല്ലെങ്കിൽ സ്വാദുണ്ട്. ദിസ് കേക്ക് ഈസ് ഡെലിഷ്യസ്. നല്ല സ്വാദ് എന്നുള്ളതിനാണ് ഡെലിഷ്യസ് എന്ന് പറയുന്നത്. ദിസ് കേക്ക് ഈസ് ഡെലിഷ്യസ്. ഞാൻ ക്ഷീണിതനാണ്. ക്ഷീണിതൻ അല്ലെങ്കിൽ ക്ഷീണിത എന്നുള്ളതിന് എന്ത് പറയും? ടയേർഡ്. എന്ത് പറയും? ഐ ആം ടയേർഡ്. അവൾ കേരളത്തിൽ നിന്നാണ്. ഷീ ഈസ് ഫ്രം കേരള. കേരളത്തിൽ നിന്ന്, ഫ്രം കേരള. അവർ ഒരു കേക്ക് ഉണ്ടാക്കി. ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ മേക്കല്ലേ, ഉണ്ടാക്കി. പാസ്റ്റ് ടെൻസ് മെയ്ഡ് എന്ന് പറയണം കേട്ടോ. ദേ മെയ്ഡ് എ കേക്ക്. അവൾ പാത്രങ്ങൾ കഴുകി. പാസ്റ്റ് ടെൻസ് ഷീ വാഷ്ഡ് ദ ഡിഷസ് അല്ലെങ്കിൽ ഷീ വാഷ്ഡ് ദ പ്ലേറ്റ്സ്. അവർ ദുഃഖിതരായിരുന്നു അല്ലെങ്കിൽ അവർ ദുഃഖിതരായി. പാസ്റ്റ് ടെൻസ് ദേ വാസ് ആണോ വേറാണോ? ദേ വേർ സാഡ്. ദുഃഖിതർ, സാഡ്. പ്ലെയിൻ ലാൻഡ് ചെയ്തു. പ്ലെയിൻ നിലത്തിറങ്ങിയെന്ന്. ദ പ്ലെയിൻ ലാൻഡഡ്. പാസ്റ്റ് ടെൻസ് ഇ ഡി ചേർത്താൽ മതി. അവിടെ ഒരു വേർബ് ഉണ്ട്, ലാൻഡ് ചെയ്യുക. ദ പ്ലെയിൻ ലാൻഡഡ്. അവർ കേക്ക് വാങ്ങിക്കും. ഭാവികാലം. ദേ വിൽ ബൈ ദ കേക്ക്. വാങ്ങുക എന്നുള്ളതിന് ബൈ, BUY. അവൾ ഇമെയിൽ അയക്കും. ഷീ വിൽ സെൻഡ് ദി ഇമെയിൽ. ഷീ വിൽ സെൻഡ് ദി ഇമെയിൽ. അവന് ദേഷ്യം വരും അല്ലെങ്കിൽ അവന് ദേഷ്യമാകും. ഹീ വിൽ ബി ആംഗ്രി. ഹീ വിൽ ബി ആംഗ്രി. ഇനി നമ്മളെന്നും നമ്മളോട് തന്നെ പറയേണ്ട ഒരു സെൻറ്റൻസ്. ഇംഗ്ലീഷ് എളുപ്പമാണ്. ഇംഗ്ലീഷ് ഈസ് ഈസി. ഇംഗ്ലീഷ് ഒന്നാണ്, പ്രസൻറ്റ് ടെൻസ് ആണ്. ഇംഗ്ലീഷ് ഈസ് ഈസി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 തരത്തിലുള്ള ടെൻസിൻ്റെ ഉപയോഗമാണ് കണ്ടത്. ഇനി അടുത്ത ഇതുപോലെ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ ബാക്കിയുള്ളതും കൂടെ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അറിയിക്കണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.